ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ അന്നത്തെ കുറച്ച് വീഡിയോസാണ്. അതെല്ലാം കൂടി ചേർത്ത് ഞാനൊരു വ്ളോഗാക്കി ഗൈസ്. അങ്ങനെ ഷോർട്സ് എടുക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എടുത്ത് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ലോങ് ആയിപ്പോയി. സോ അപ്പോൾ എഡിറ്റ് ചെയ്തങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോഴത്തേക്ക് തന്നെ ആയുഷ് ഫുഡ് കമ്മിറ്റിയിലുള്ളതുകൊണ്ട് അവൾക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ബലൂണൊക്കെ വീർപ്പിക്കലുണ്ടായിരുന്നു. നമുക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് രാവിലെ ആയിരുന്നു ഗൈസ് സെലിബ്രേഷൻസ്. അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മുടെ കോളേജിലെ ഒരു ഹൈലൈറ്റ് മെയിൻ പരിപാടിയാണ് നൈറ്റിലാണ് ക്രിസ്മസ് സെലിബ്രേഷൻസ്. ഇപ്രാവശ്യം യുജിയും കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ സെലിബ്രേഷൻസ് രാവിലെ ആയിരുന്നു, ബട്ട് നൈറ്റായിരുന്നു കുറച്ചുകൂടെ അടിപൊളി. നമുക്ക് എല്ലാവർക്കും നൈറ്റിൻ്റെ പരിപാടിയായിരുന്നു ഇഷ്ടം. അങ്ങനെ ഇതാണ് ഗേസ് എൻ്റെ ഔട്ട്ഫിറ്റ്. എന്നിട്ട് നമുക്ക് സീക്രട്ട് സാന്ത ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ നമ്മൾ കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ നേരത്തെ തന്നെ റാപ്പൊക്കെ ചെയ്ത് ഗിഫ്റ്റ് കമ്മിറ്റി ഉണ്ട്, അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലെറ്റർ എഴുതണം. നമ്മൾ ആർക്കാണോ കൊടുക്കുന്ന ആളുടെ പേരും ആളുടെ ഗിഫ്റ്റ് എവിടെ വന്ന ആൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊരു ലെറ്റർ എഴുതി കൊടുക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം ടീച്ചേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് പരിപാടിയാണ് ഗൈസ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം അൺബോക്സിങ്. കാരണം ഇത്രയും നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ആ ഒരു പരിപാടിക്കായിരുന്നു. കാരണം നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് അറിയാനുള്ള ആ ഒരു ത്വര എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ചെസ്റ്റ് നമ്പർ ബെക്കിയാണ് ഗൈസ്. ബെക്കിക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബെക്കിയുടെ ഗിഫ്റ്റ് ഇതാണ് ഗൈസ്. ഒരു ഓർഗനൈസർ ബോക്സ് പോലത്തെ ഒരു സാധനം, ഒരു ഗ്ലാസ് ടൈപ്പ് സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ഇങ്ങനെ പറയുമായിരുന്നു ബെക്കിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയതും ഒരു ഒരു പാട്ട പോലത്തെ ഒരു സാധനം, ഒരു ബോക്സ് പോലത്തെ സാധനം, ഇപ്രാവശ്യം ഒരു ബോക്സ് പോലത്തെ സാധനം. അതിന് നമ്മൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ 2 എബി ഓൺ ദി ഫ്ലോർ. എബിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് അൺബോക്സ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ എബിക്ക് കിട്ടിയത് ദാണ്ട് ഈ ഒരു ബ്ലാക്ക് സെറാമിക് മഗ്ഗായിരുന്നു ഗൈസ്. അപ്പം നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ ഐഷു. അങ്ങനെ ഐഷുവിനെ കിട്ടിയത് ഒരു കുഞ്ഞു നോട്ട് പാഡും അതുപോലെ തന്നെ സ്റ്റിക്കി നോട്ട്സും പിന്നെ ഈ ലൈറ്റ് കത്തുന്ന ഒരു കുഞ്ഞ് ലാമ്പ് ഉണ്ടല്ലോ, ഈ ടേബിളിൻ്റെ മണ്ടയിലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു കുഞ്ഞ് ലൈറ്റ് കത്തുന്ന ലാമ്പുമായിരുന്നു അവൾക്ക് കിട്ടിയത്. അവൾക്ക് ഒത്തിരി അവളുടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ക്യൂട്ട് സാധനങ്ങളായിരുന്നു. നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ ഞാനായിരുന്നു ഗൈസ്. എൻ്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് നിങ്ങളിനി കാണുന്നത്. എനിക്ക് എന്താ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. എനിക്ക് കിട്ടിയതും ഒരു കപ്പും ഒരു കുഞ്ഞു ടെടിയായിരുന്നു ഗൈസ്. നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ വിർച്ചു. അങ്ങനെ വിർച്ചുവിൻ്റെ ഗിഫ്റ്റ് അൺബോക്സിങ്ങിലേക്ക് നമുക്ക് നോക്കാം. വിർച്ചുവിന് എന്താ കിട്ടിയെന്ന് നമുക്ക് കാണാം. അങ്ങനെ വിർച്ചുവിന് കിട്ടിയത് ഒരു പാക്കറ്റ് പേനയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് വിർച്ചു നമുക്ക് വേണ്ടിയിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിലുണ്ടാക്കിയ നല്ല അടിപൊളി വൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ വീട്ടിലുണ്ടാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് എന്തായാലും വൈൻ കൊണ്ടുവരണമെന്ന്. അങ്ങനെ അവൻ ആ വൈൻ കൊണ്ടുവന്ന് അവൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല, വായി വെക്കാൻ കൊള്ളില്ല, കിക്കായി കിറിഞ്ച് അവിടെ കിടക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്കൊരിത് ഉണ്ടായിരുന്നു, അയ്യോ കൊള്ളത്തില്ലേ, ഇഷ്ടപ്പെടുത്തില്ലേ എന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ കുറച്ചേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ അത് ടേസ്റ്റ് ചെയ്യുമായിരുന്നു ഗൈസ്. സത്യം പറയാല്ലേ കിടിലം വൈനായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഐഷു നമുക്ക് വേണ്ടിയിട്ട് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല കേക്കായിരുന്നു ഗൈസ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അടിപൊളി കേക്കായിരുന്നു. പിന്നെ കോളേജിൻ്റെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് പുൽക്കൂടായിരുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം തുടങ്ങാൻ പോകുമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും സട്ടർ ഹാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് വൈന്. അതും നല്ലതായിരുന്നു. പക്ഷേ വിർച്ചുവിൻ്റെ വൈൻ്റെ അത്രയും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. വൈനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെയൊക്കെ കേക്കും ഉണ്ടായിരുന്നു. കേക്ക് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ റോഹൻ്റെയൊക്കെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അവന് സത്യം പറഞ്ഞാൽ അച്ഛൻ വേഷമായിരുന്നു. അതിൽ നന്നായിട്ട് അവന് ചേരുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ഗൈസ്, അതൊരു വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാ പെർഫോമൻസിനെ കാട്ടിയിട്ടും സെറ്റായിരുന്നു ഗൈസ് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ പെർഫോമൻസ്. പിന്നെ ദ ബെസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ എബിയുടെ അടിപൊളി പാട്ടുണ്ടായിരുന്നു ഗൈസ്. പാട്ട്
നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പവും ചിക്കനും കട്ട്ലറ്റും ഐസ്ക്രീമും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, മിൻറ്റ് ടീ, ഓറഞ്ച് ടീ ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ല, 1, 2, 3 പീസ് ഞാൻ കഴിക്കും. 2 കട്ട്ലറ്റ് ഞാൻ കഴിക്കും. ഇത് ഫുൾ ഞാൻ കഴിക്കും. പക്ഷെ കഴിക്കാൻ അപ്പം മാത്രം കിട്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സെലിബ്രേഷൻ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.